നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പട്ടികജാതി യുവാവിനെയും കുടുംബത്തെയും അർദ്ധരാത്രി ഗുണ്ടകൾ വീടുകയറി മർദ്ദിച്ചതായി പരാതി. UDF ഭരണകാലത്താണ് സാമുദായിക പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായതെന്ന ഡോക്ടർ KT ജലീൽ MLA. LDFന്റെ കാലത്ത് മന്ത്രിസഭയിൽ സാമുദായികത ഉണ്ടായിരുന്നില്ലെന്ന് KT ജലീൽ. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 6-ന് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി CPM പുനലൂർ ഏരിയ കമ്മിറ്റി. പത്തനാപുരത്ത് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. പട്ടികജാതി യുവാവിനെയും കുടുംബത്തെയും അർദ്ധരാത്രി ഗുണ്ടകൾ വീടുകയറി മർദ്ദിച്ചതായി പരാതി. ഏരൂർ തെക്കേവയൽ ശ്രീശാന്ത വിലാസത്തിൽ പ്രസാദിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. പ്രസാദ്, ഭാര്യ ശ്രീദേവി, ഇളയമകൾ 6 വയസ്സുകാരി ശ്രീജ എന്നിവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അഞ്ചലിലെ ഗ്യാസ് ഗോഡൌണിലെ ഡ്രൈവറായ സന്തോഷ് ഓടിക്കുന്ന വാഹനത്തിന്റെ ക്ലീനർ പ്രകാശും ഗുണ്ടകളും ചേർന്നാണ് പ്രസാദിനെയും കുടുംബത്തെയും മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിന്റെ വിശദീകരണം ഇങ്ങനെ: സന്തോഷും സഹോദരി സന്ധ്യയും തമ്മിൽ കുടുംബസ്വത്തിനെ ചൊല്ലി തർക്കം നിലനിൽക്കുകയാണ്. പലപ്പോഴും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പ്രസാദ് സന്ധ്യയുടെയും സന്തോഷിന്റെയും കുടുംബ വീട്ടിൽ കക്കൂസിന് കുഴിയെടുക്കുന്നതിനായി എത്തിയത്. പ്രസാദ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയും സന്തോഷും കുടുംബസ്വത്തിനെ ചൊല്ലി വഴക്കിട്ടു. തുടർന്ന് ഇരുവരും കുടുംബ വീട്ടിൽ നിന്ന് അവരവർക്കിഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാനും ശ്രമിച്ചു. സന്ധ്യ കുടുംബ വീട്ടിൽ നിന്ന് എടുത്ത TV പ്രസാദിന്റെ സഹായത്തോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് സന്തോഷിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് വാഗ്വാദമുണ്ടാവുകയും ശാന്തമാവുകയും ചെയ്തു. പിന്നീട് രാത്രി 1 മണിയോടെ സന്തോഷും ഗുണ്ടകളും ചേർന്ന് സഹോദരിയെ സഹായിച്ചതിന് പ്രസാദിനോട് പ്രതികാരം ചെയ്യുകയായിരുന്നു അത്രേ. പ്രസാദിന്റെ തലയ്ക്കും മുഖത്തും മർദ്ദനമേറ്റിട്ടുണ്ട്. മകളുടെ കണ്ണിന് താഴെ ഏറുകൊണ്ട് മുറിവ് പറ്റി. ഭാര്യയുടെ വയറ്റിലും മുതുകിലും ചവിട്ടുകൊണ്ടതായും പറയുന്നു. TV എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനോട് കൂടി പിടിച്ചങ്ങോട്ട് ഇറക്കി. അത് പിടിച്ചിറക്കി വെച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന് വീട്ടിൽ വന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി വെള്ളം കോരാൻ പോയി. ഞാൻ ഇത്തിരി പയർ പാവല കിട്ടുള്ളൂ. അതിന് വെള്ളമൊക്കെ ഇട്ട് വന്ന് വീട്ടിൽ കയറി വന്നു. ഇല്ല പണിയുടെ ക്ഷീണം ഇതുകൊണ്ട് ഞാൻ കിടന്നു. അങ്ങനെ പെണ്ണിനെ ഒന്ന് വിളിക്കുന്നു. അവിടെ ഒന്ന് വിളിച്ച് വീട്ടിൽ വന്ന് വിളിച്ച് അങ്ങനെ പെണ്ണെ അടി എടുത്തിട്ട് അവൻ സമയം ഏകദേശം ഒരു 12:30 മണിയാവും ഈ സംഭവം നടന്നു. വന്ന് വിളിച്ച് ഇടയിടയിൽ വിളിച്ച് അങ്ങനെ പെണ്ണെ ഒന്ന് ചോദിച്ച് ആരാന്ന് വിളിച്ചു. ആരാ വിളിച്ചപ്പോൾ അവനെയായിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ എടുത്ത വയലിൽ വെച്ച് ചോദിക്കുന്നു, പ്രകാശിനെ നീ അടിച്ചോന്ന്. ഞാൻ പറഞ്ഞു ഏത് പ്രകാശ് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയത്തില്ലെന്ന് പറയും കമ്പെടുത്ത് ഒരൊറ്റ കുത്താണ് കുത്തുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് റോഡിന് വെളിയിലിറക്കാനാണ് നോക്കിയത്. വീട്ടിൽ വെളിയിലിറക്കിയിട്ട് ഒരു വാളൊക്കെ കൊണ്ട് താഴെ വെച്ചേക്കുമായിരുന്നു. എന്നെ വെട്ടാനുള്ള പരിപാടി നോക്കി. അങ്ങനെ എനിക്ക് സംസാരം കേട്ടവർ എനിക്ക് ഏതാണെന്ന് അറിയാത്തില്ല. അങ്ങനെ അവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളേതാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ അടി വന്നത്. അടി വന്നപ്പോഴേ എൻ്റെ പെണ്ണ് ചാടി കിടക്കി കഴിയുമ്പോഴേ അവളൊരു ചവിട്ടി. അങ്ങനെ കുഞ്ഞുങ്ങൾ ചാടി ഇറങ്ങി വന്നപ്പോഴാണ് എന്നെ ഈ വാക്ക്. പട്ടികജാതിക്കാർക്കെതിരെ അഞ്ചൽ, ഏരൂർ ഭാഗങ്ങളിൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും പോലീസ് കർശന നിലപാട് സ്വീകരിക്കണമെന്നും BSP പ്രവർത്തകർ പ്രതികരിച്ചു. കേരളത്തിലെ ദലിതുകൾക്ക് വിവിധ മേഖലകളിലാണ് അവർ അക്രമത്തിന് ഇരയാകുന്നതിന് അതിന്റെ അവസാനത്തെ ഉദാഹരണം കൂടിയാണ് പ്രസാദിന്റെ കുടുംബം. അതിശക്തമായി അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 6-ന് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ അറിയിച്ചു. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ചെമ്മന്തൂരിലാണ് പുനലൂരിലെ സ്വീകരണം. 184 ബൂത്തുകളിൽ നിന്ന് 10,000-ലേറെ CPM പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്ന് CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ പറഞ്ഞു. ഈ മാർച്ചിന് വൻപിച്ച വരവേൽപ്പ് നൽകാനുള്ള ഞങ്ങളുടെ സംഘടനാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പുനലൂരിലെ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന ജനവിഭാഗം അവരെല്ലാം തന്നെ പ്രത്യേകം അവരുടെ സംഘടനാ കമ്മിറ്റികളെല്ലാം ചേർന്ന് തന്നെ ഈ വരവേൽപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള വിലക്കയറ്റം, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന വർഗീയത, അതേപോലെ നമ്മുടെ രാഷ്ട്രീയ ശരീരത്തെ ഒരു അർബുദം പോലെ കാർന്നു നിൽക്കുന്ന അഴിമതി, ഇതിനെല്ലാം എതിരായിട്ടുള്ള സന്ദേശമാണ് ഈ ജാഥയിൽ CPM ഉയർത്തുന്നത്. ചടങ്ങിൽ
കേരള സർവകലാശാല BA സംസ്കൃതം പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ആര്യങ്കാവിലെ പാർട്ടി അംഗമായിരുന്ന പ്രസാദിന്റെ മകൾ ശില്പ പ്രസാദ്, ആര്യങ്കാവ് ആദിവാസി ഊരിലെ ആദ്യ ബിടെക് ബിരുദധാരി ചിന്നുമിനി, കേരള യൂണിവേഴ്സിറ്റിയിൽ MCAക്ക് 1ാം റാങ്ക് നേടിയ പുനലൂർ 10 ഏക്കർ സരിതാ ഭവനിൽ സരിത ഉദയൻ, ചരിത്ര രചനാ മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ സമ്മാനാർഹരായ ബാലസംഘം മുസാവരി യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർക്ക് പിണറായി വിജയൻ ഉപഹാരങ്ങൾ നൽകും. കൊല്ലപ്പെട്ട MA അഷ്റഫിന്റെ പിതാവ് മുഹമ്മദ് ഹനീഫ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ പുനലൂർ കോമളംകുന്നിലെ തങ്കപ്പൻ നായർ, ഏരൂരിലെ E കേശവൻ, M അപ്പുക്കുട്ടൻ നായർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട് എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. പുനലൂരിൽ ഈ ജാഥ എത്തിച്ചേരുന്നതും സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി അല്ലെങ്കിൽ ഒരു 2.5 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും 5 വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും പുനലൂരിനോടൊരു ശത്രുതാ മനോഭാവം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പൊ റെയിൽവേ വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. പുനലൂരിന്റെ തന്നെ വികസന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന നയപരിപാടികളുമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. MA രാജഗോപാലിനൊപ്പം സ്വാഗത സംഘം ചെയർമാൻ ജോർജ് മാത്യുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് വാളക്കോട് ഇസ്മായിലിനെ പുനലൂർ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നും മർദ്ദിച്ചെന്നും ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുനലൂർ SIക്ക് കൈക്കൂലി നൽകാത്തതിനാലാണ് ഇസ്മായിലിനെ വീട്ടിൽ കയറി മർദ്ദിച്ചതെന്നും കള്ളക്കേസുണ്ടാക്കി റിമാൻഡ് ചെയ്തതെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ARM ജലാലുദ്ദീൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രത്തോളം ശിക്ഷ കൊടുക്കത്തക്ക തെറ്റുകൾ അദ്ദേഹം വല്ല തീവ്രവാദിയോ കൊള്ളക്കാരനോ അതല്ലെങ്കിൽ കൊലപാതകയോ ഒന്നുമല്ല. അന്നന്ന് പോയി ജീവിക്കുന്നവർ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പോലീസുകാർ ഇത്രയും ക്രൂരമായി മർദ്ദിക്കാന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. MM ജലീൽ, അഞ്ചൽ ഷാനവാസ്, അഡ്വക്കേറ്റ് നസീർ, കുന്നിക്കോട് നസീർ, തടിക്കാട് റജി, SK കബീർ, Y ഷാജി, പുനലൂർ മുജീബ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യൂത്ത് ലീഗ് പുനലൂർ മുനിസിപ്പൽ പ്രസിഡന്റിനെ വീടുകയറി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൈക്കൂലി ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ശനിയാഴ്ച രാത്രി 9 മണിക്ക് പുനലൂർ SI KS ഗോപകുമാറും സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാറും ഇസ്മായിലിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാതാവിന്റെയും ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഒരു കേസിലും ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത അദ്ദേഹത്തിനെ വീട് കയറി അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളോ ഒരു പൗരാവകാശങ്ങളോ ഒന്നും നൽകാതെ അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൃഗീയമായി ആക്രമിച്ച് ഉപദ്രവിച്ച് അവശനാക്കി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ പോലീസുകാരനെ കയ്യേറ്റം ചെയ്ത് കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ കോടതി അദ്ദേഹത്തെ കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. SI അടക്കം വീട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് ആരോ കള്ള ഇൻഫർമേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 2 ടിപ്പറുണ്ട്. ആ ടിപ്പറിന്റെ ജോലി ചെയ്ത് ജീവിക്കുന്ന 6ഓളം കുടുംബങ്ങളെ അദ്ദേഹം പോറ്റുന്ന ഒരു ആളാണ് അദ്ദേഹം. ആ തൊഴിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ഭാഗമായി ആരോ കള്ള ഇൻഫർമേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷത്തോടു കൂടി വന്ന പുനലൂർ SIയും ഈ അനിൽകുമാർ എന്ന് പറയുന്ന പോലീസുകാരനും അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു കയറി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയൊക്കെ ഉപദ്രവിച്ച് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായ നിലയിൽ. പുനലൂരിലെ മണ്ണുമാഫിയ സംഘത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഇസ്മായിലിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്നും നേതാക്കൾ പറയുന്നു. MM ജലീൽ, റജി തടിക്കാട്, KA കലാം, അബ്ദുൽ അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര ഫെസ്റ്റ് 2014 പുലമൺ ഓർത്തഡോക്സ് കൺവെൻഷൻ ഗ്രൌണ്ടിൽ തുടങ്ങി. പുഷ്പഫല കാർഷിക പ്രദർശന മേളയാണിത്. മേള 9-നാണ് സമാപിക്കുന്നത്. കൊട്ടാരക്കര ഹോർട്ടി അഗ്രി സൊസൈറ്റി, ജില്ലാ പഞ്ചായത്ത്, കൃഷി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകൾ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മേള നടക്കുന്നത്. TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണപ്പകിട്ടാർന്ന റോഡ് ഷോ പ്രദർശന നഗരിയിൽ എത്തിയതോടെ മേളയ്ക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള മേള ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷി കാണണമെങ്കിൽ കുട്ടനാട്ടിൽ പോകേണ്ട അവസ്ഥയാണെന്ന് സംസ്ഥാനത്തെ നെൽകൃഷിയുടെ തകർച്ച ചൂണ്ടിക്കാട്ടി പിള്ള പറഞ്ഞു. നെല്ല് കുട്ടികളെ കാണിക്കണമെങ്കിൽ കുട്ടനാട്ട് കൊണ്ടുപോകേണ്ട സ്ഥിതിയിൽ എത്തില്ലേ നമ്മൾ? നെൽകൃഷി കാണിക്കണമെങ്കിൽ, കാളവണ്ടി കാണിക്കണമെങ്കിൽ പണ്ട് തൃക്കണ്ണമംഗ 2 പേർക്ക് കാളവണ്ടി ഉണ്ടായിരുന്നു. എന്റെ വീട്ടുവാതിൽ കൂടെ അത് പോയിക്കൊണ്ടത്. ഇപ്പൊ അങ്ങനത്തെ കാളവണ്ടിയേ ഇല്ല. തൃക്കണ്ണമംഗക്കാർക്ക് അവസാനം ഉണ്ടായിരുന്ന കാളവണ്ടിയിൽ നിന്ന് കാളവണ്ടി ഇന്ന് പിള്ളേരോട് പറഞ്ഞാൽ കാണാതെ പിള്ളേർക്ക് പഠിക്കാൻ ഒക്കും. തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായി. ട്രെയിനിങ് കോളേജിൽ കുട്ടികളെ, അതായത് ഈ പശുവിനെയും കാളയൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളോട് ചോദ്യം ചോദിച്ചു ട്രെയിനിങ്ങിന് വന്ന അധ്യാപകർ. എന്നോട് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞതാണ്. ചോദ്യം ചോദിച്ചപ്പോൾ
ഇവര് കുട്ടികളോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ആരാ പാല് തരുന്നതെന്ന് ചോദിച്ചു. ഇവിടുന്ന് പാല് കിട്ടുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ ഈ തള്ളമാര് പാല് കൊടുത്ത് ഓർമ്മയില്ലാത്തതുകൊണ്ടും 6 മാസം പോലും കൊടുക്കാത്തതുകൊണ്ടും 1-2 കുട്ടികളോട് ചോദിച്ചു, അവരെല്ലാം പറഞ്ഞു മിൽമയാ പാല് തരുന്നതെന്ന്. അധ്യാപിക കുഴഞ്ഞു. ഈ കൊച്ചുങ്ങളെ കൊണ്ട് പശുവിന്റെ പേരോ കാളയുടെ പേരോ പറയിക്കാൻ പറ്റുന്നില്ല. ആകുന്നതെന്ന് നോക്കി. കുഞ്ഞുനാളിൽ എങ്ങനെയാന്ന് ചോദിച്ചു. കുഞ്ഞുനാളിൽ മിൽമയായിരിക്കും. ഒരു കുട്ടി പറഞ്ഞു ഏതാണ്ട് വേറെ ഏതാണ്ടാ കടിക്ക് തരുന്നതെന്ന് പറഞ്ഞു. ഏതായാലും പശുവാ തരുന്നതെന്ന് ആ ക്ലാസ്സിലുള്ള 42 കുട്ടികളിൽ ഒരു കുട്ടിയും പറഞ്ഞില്ല. അപ്പൊ പശുവാണ് പാല് തരുന്നതെന്നുള്ള സങ്കല്പം പോലും നമ്മുടെ രാജ്യത്ത് ഇല്ലാതായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഹാജി എം ഷാഹുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജിമോൻ വർഗീസ്, BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് വൈക്കൽ സോമൻ എന്നിവർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ മേളയ്ക്കൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. UDF ഭരണകാലത്താണ് സാമുദായിക പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായതെന്ന് ഡോക്ടർ KT ജലീൽ MLA. LDFന്റെ കാലത്ത് മന്ത്രിസഭയിൽ സാമുദായികത ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. KSDA 23ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷമല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്? ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ജാതി വിശകലനം ചെയ്തോ? ആരുടെയെങ്കിലും ഉപജാതിയെ മുടിനാരിഴകീറി അപഗ്രഥിക്കാൻ ഏതെങ്കിലും സമുദായ നേതാക്കന്മാർക്ക് ധൈര്യമുണ്ടായോ? പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, ജനകീയ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുക എന്ന സമ്മേളന മുദ്രാവാക്യത്തെ അധികരിച്ചായിരുന്നു സെമിനാർ. സാമുദായിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും UDF സർക്കാരിന് കൈകഴുകി രക്ഷപ്പെടാനാകില്ലെന്ന് KT ജലീൽ പറഞ്ഞു. സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ആരെങ്കിലും പറഞ്ഞോ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഭൗതികവാദിയായ EMSന് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ എന്താണ് അവകാശം എന്ന് ആരും ചോദിച്ചില്ല. ഭരണാധികാരികളുടെ മതവും വിശ്വാസവും നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചയേ ആയിരുന്നില്ല. അത് ഈ നാട്ടിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൈ കഴുകാനാകുമോ? ഓരോ വിഭാഗത്തിനും പ്രത്യേകം സ്കൂളുകൾ അനുവദിച്ച് അതിലൂടെ കുട്ടികളിൽ വർഗീയത വളർത്തി നാട് നശിപ്പിക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് KSDA സമരം ചെയ്യുന്നതെന്ന് KT ജലീൽ പറഞ്ഞു. ഒരു വൈസ് ചാൻസലറുടെ പദവി വരുമ്പോ ഞങ്ങളുടെ ജാതിക്കാരൻ വേണം എന്ന് പറയാനുള്ള ചെങ്കൂറ്റം ഏതെങ്കിലും സമുദായ നേതാക്കന്മാർക്ക് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എന്തേ ഉണ്ടാകുന്നില്ല? എന്നാൽ ഇവര് തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ തൊപ്പിയും കുപ്പായവും മാറ്റി രംഗത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടത്. സംഘാടക സമിതി ചെയർമാൻ കരകുളം ബാബു അധ്യക്ഷനായി. ജനറൽ കൺവീനർ KR ദാമോദരൻ പിള്ള സ്വാഗതം പറഞ്ഞു. KSDA ജനറൽ സെക്രട്ടറി M ഷാജഹാൻ വിഷയം അവതരിപ്പിച്ചു. CPM കടക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി S വിക്രമൻ, DYFI ജില്ലാ ട്രഷറർ R രാജേഷ്, കൺവീനർ S പയസ്, K സുകുമാരപിള്ള, ലതിക വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 12 മുതൽ 15 വരെ കൊല്ലത്താണ് KSDA സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരത്ത് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെട്ടു. 1 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ കർഷകരുടെ വിവിധ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. പോലീസ് കേസെടുത്തു. പത്തനാപുരം കുന്നിക്കോട് റോഡിൽ മഞ്ചള്ളൂർ കൂരമൺ ഏലായുടെ വശങ്ങളിലായി 1 കിലോമീറ്ററിലധികം വരുന്ന വസ്തുവിലെ കാർഷിക വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. വസ്തുവിനോട് ചേർന്നുള്ള മതിലുകളും ഗേറ്റുകളും തകർക്കപ്പെട്ടു. പല കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ വിളകളാണ് നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. കായ്ഫലമുള്ള തെങ്ങുകൾ, കമുക്, കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകൾ, മരച്ചീനി, ചേന തുടങ്ങിയവയ്ക്കൊപ്പം ടാപ്പിംഗിന് പാകമായ റബ്ബറുകളും നശിപ്പിക്കപ്പെട്ടു. പ്രദേശത്ത് ഇതിനു മുമ്പും പലതവണ കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വരമ്പിന്റെ 2 സൈഡിലുള്ള വിളകൾ മുഴുവൻ റബ്ബർ, തെങ്ങ് ഇത് മുഴുവനും ഓമാര് വെട്ടി നശിപ്പിച്ച് ഒരു ഒരു താണ്ഡവം ആടിയിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അതായത് ഉദ്ദേശം 1 കിലോമീറ്ററകം ഉണ്ട്. പത്തനാപുരം കുന്നിക്കോട് റോഡിൽ നിന്നും കിഴക്കോട്ട് MLAയുടെ വീടിന്റെ നിന്ന് കിഴക്കോട്ട് 1 കിലോമീറ്ററോളം ഇരു സൈഡിലുള്ള സർവ്വ വിളകളും അത് നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവ്വനാശം വധിച്ചു. അതുപോലെ തന്നെ സൈഡ് കെട്ടിയിരിക്കുന്ന മതിലുകൾ ഇടിച്ച് നശിപ്പിച്ച് നാശമാക്കി കളഞ്ഞു. നിങ്ങൾ ഇത് കണ്ട ആർക്കും സങ്കടവും വളരെ ദയനീയം തോന്നുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തേക്കുംകാട്ടിൽ രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരിയിൽ മുരളീധരൻ, LIC ചാക്കോ, മൂലയിൽ വിജയകുമാർ, ചെറുതിട്ട താഴെതിൽ ചെല്ലപ്പൻപിള്ള, പൂവനാൽ തുളസീധരൻപിള്ള, വയലിൽ പുത്തൻ വീട്ടിൽ യേശുദാസ്, പാലത്തും തലയ്ക്കൽ കുട്ടൻപിള്ള തുടങ്ങിയ കർഷകരുടെ വിളകളാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. പത്തനാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
പുനലൂർ നഗരസഭ വാർഷിക പദ്ധതി അവലോകനത്തിൽ LDF ഭരണസമിതി പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചുവെന്നാരോപിച്ച് UDF കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. തുടർന്ന് വാർത്താസമ്മേളനം വിളിച്ച പ്രതിപക്ഷം ഭരണസമിതിയെ രൂക്ഷമായി വിമർശിച്ചു. ഉത്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് 2012-2013 വർഷത്തെയും 2013-2014 വർഷത്തെയും ഒരു പ്രോജക്ട് പോലും നടപ്പാക്കാൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രോജക്ട് യഥാസമയം സമർപ്പിക്കാൻ സാധിക്കാതെ വന്നതിനാൽ ആ പദ്ധതിയും നഷ്ടമായതായി UDF ചൂണ്ടിക്കാട്ടി. ആശ്രയ പദ്ധതി പലപ്പോഴായി അതിന്റെ പ്രോജക്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശങ്ങളുണ്ടായിട്ടും യഥാസമയം അതിന്റെ പ്രോജക്ട് പൂർണ്ണമാക്കി സമർപ്പിക്കുവാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. ആ നിലയിൽ ഇന്ന് ആശ്രയ പദ്ധതി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. മറ്റൊന്ന്, വളരെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം ഘട്ടം വളരെ പരാജയമില്ലാത്ത രീതിയിലൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞ പുനലൂർ നഗരസഭ രണ്ടാം ഘട്ട പദ്ധതിക്ക് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രോജക്ട് കൊടുക്കുന്നതിനോ തയ്യാറാക്കുന്നതിനോ വേണ്ട നടപടികൾ പൂർത്തീകരിക്കുന്നതിനോ കഴിഞ്ഞില്ല. ലോകബാങ്ക് ധനസഹായ പദ്ധതികൾ നടപ്പാക്കിയതിൽ വന്ന അപാകതകൾ മൂലം കോടികളുടെ തുടർ സാമ്പത്തിക സഹായം നഷ്ടമായതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും തമ്മിലടിയുമാണ് പുനലൂർ നഗരത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നും UDF കൌൺസിലർമാർ പറഞ്ഞു. 2013-2014 ഈ ബാക്കി വന്ന തുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് വളരെ ധിക്കാരപൂർവം നഗരസഭയുടെ ഭരണസമിതിക്കാർ ഞങ്ങളോട് പറയുകയും ഈ നഗരസഭാ ഭരണം വളരെ ദയനീയവും വളരെ ഏകാധിപത്യവും കെടുകാര്യസ്ഥതയും നിറഞ്ഞതാണെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ നഗരസഭയ്ക്ക് കിട്ടാനുള്ള ഒട്ടനവധി പദ്ധതികൾ ക്യാൻസലായി പോവുകയും ലാപ്സായി പോവുകയും. UDF പാർലമെന്ററി പാർട്ടി നേതാവ് എബ്രഹാം ജോർജ്, S പൊടിയൻപിള്ള, N സുന്ദരേശൻ, K ബിജു, MS ബുഖാരി, KM യോഹന്നാൻ, ബീന ശാമുവൽ, വത്സ JP ജോൺ, റംലത്ത് സഫീർ, K കനകമ്മ, ഓമനക്കുട്ടനുണ്ണിത്താൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൃത്യമായ ചർച്ചകളും ഗുണവുമില്ലാത്ത കൊട്ടാരക്കര താലൂക്ക് വികസന സമിതി യോഗം വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ മറുപടി പറയേണ്ട മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കി. പുലമൺ തോടിന്റെ ഇരുകരകളിലും കയ്യേറപ്പെട്ട ഭൂമി അളന്നു തിട്ടപ്പെടുത്തേണ്ട ചുമതല പഞ്ചായത്തിനാണെന്ന് റവന്യൂ അധികൃതർ വികസന സമിതി യോഗത്തിൽ വ്യക്തമാക്കി. മൈലം കുളക്കട പഞ്ചായത്തുകളിലെ തോടിന്റെ ഇരുകരകളിലുമുള്ള കയ്യേറ്റങ്ങൾ തിട്ടപ്പെടുത്തി വിശദാംശങ്ങൾ താലൂക്ക് അധികൃതർക്ക് കൈമാറിയിരുന്നു. അതേസമയം കൊട്ടാരക്കര പഞ്ചായത്ത് സെക്രട്ടറി പുലമൺ തോടിന്റെ കരകളിൽ കയ്യേറ്റമില്ലെന്ന് ഓംബുഡ്സ്മാന് റിപ്പോർട്ട് നൽകിയത് ദുരൂഹതയുണർത്തുന്നതായി ആരോപണമുയർന്നു. വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ട മുതിർന്ന ഉദ്യോഗസ്ഥർ വരാതെ കീഴ്ജീവനക്കാരെ അയച്ചത് തെറ്റായ പ്രവണതയാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ കീഴ്ജീവനക്കാർ തയ്യാറായിരുന്നില്ല. ഇത്തവണത്തെ യോഗവും വികസന കാര്യത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. തഹസിൽദാർ സോമസുന്ദരംപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലിംലാൽ, നെടുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഇന്ദിര, എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ്, പവിത്രേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് VN ഭട്ടതിരി, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറയിൽ വാഹനങ്ങളുടെ ടയറുകൾ മോഷ്ടിക്കുന്ന സംഘം സജീവമായി. തലവരമ്പ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിന്റെയും ഓട്ടോയുടെയും ടയറുകൾ മോഷ്ടിക്കപ്പെട്ടു. ചിതറ തലവരമ്പ് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രി 12-നും പുലർച്ചെ 4-നും ഇടയിലാണ് മോഷണങ്ങൾ നടന്നത്. തലവരമ്പ് സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസിന്റെ ബൈക്കിന്റെ പിൻവശത്തെ ടയറും തലവരമ്പ് സ്വദേശി നവാസിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയുടെ ടയറുമാണ് മോഷണം പോയത്. കിഴക്കൻ മേഖലയിൽ മോഷണങ്ങൾ വ്യാപകമാകുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമം സ്വദേശികളായ 3 പേരെ കടക്കൽ പോലീസ് പിടികൂടിയിരുന്നു. പോലീസ് അന്വേഷണം ശക്തമാക്കിയെങ്കിലും ഉൾപ്രദേശങ്ങളിൽ മോഷണങ്ങൾക്ക് കുറവില്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരം ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെയും ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള സപ്താഹയജ്ഞ വിളംബര ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് 30ഓളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരികെയെത്തി. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം മേൽശാന്തി യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും. യജ്ഞാചാര്യൻ പള്ളിക്കൽ M രാജശേഖരൻ പിള്ള ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും. ഉത്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് പതിവ് പൂജകൾക്ക് പുറമെ ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ വെട്ടിക്കവല രവീന്ദ്രനാശാനും സംഘവും ഭാരതക്കളി അവതരിപ്പിക്കും. ഫെബ്രുവരി 17 രാവിലെ 7 മണി മുതൽ തിരുമുമ്പിൽ പറയിടിയിൽ, വൈകിട്ട് 3 മണിക്ക് എഴുന്നള്ളത്ത് ഘോഷയാത്ര ആരംഭിക്കും. വൈകുന്നേരം 7 മണി മുതൽ ഭക്തിഗാനാഞ്ജലിയും രാത്രി 10:30 മുതൽ നാടകീയ നൃത്തശില്പവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പട്ടികജാതി യുവാവിനെയും കുടുംബത്തെയും അർദ്ധരാത്രി ഗുണ്ടകൾ വീടുകയറി മർദ്ദിച്ചതായി പരാതി. UDF ഭരണകാലത്താണ് സാമുദായിക പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായതെന്ന ഡോക്ടർ KT ജലീൽ MLA. LDFന്റെ കാലത്ത് മന്ത്രിസഭയിൽ സാമുദായികത ഉണ്ടായിരുന്നില്ലെന്ന് KT ജലീൽ. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 6-ന് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി CPM പുനലൂർ ഏരിയ കമ്മിറ്റി. പത്തനാപുരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെട്ടു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.